നമുക്ക് ഇപ്പോൾ ഒരു 3500 രൂപേൻ്റെ ബില്ലൊക്കെ വന്നിരുന്നത്. ഏകദേശം അതൊക്കെ കവർ ചെയ്ത് പോയിരുന്നു. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ കുറവ് വന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ നോക്കിയത്. അപ്പോൾ നവാസ് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലായത്. അതെ, അതുപോലെ 2 വീടിന് നിങ്ങൾ കൊടുത്തു? 2 വീടിന് കൊടുത്തിട്ട് ഏകദേശം 2 വീടും ലെവലായി പോയിരുന്നു പറഞ്ഞു. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒട്ടനവധി എല്ലായിടത്തും ചെയ്തിട്ട് നമ്മളതിൻ്റെ ഒരു ഗുണം മാത്രം പറയുക, അതിൻ്റെ ഒരു ഡിമെറിറ്റും വേണമല്ലോ നമുക്ക് പറയാം. എന്തുകൊണ്ട് അത് നിങ്ങൾക്കൊരു ഉപയോഗമാവും ചെയ്യും. അത് ഓൺ ഗ്രിഡ് സിസ്റ്റം നമ്മൾ 1 വർഷം മുമ്പ് ഇവിടെ ചെയ്തതാണ്. അതിൻ്റെ ചെറിയൊരു പ്രയാസം, നമ്മൾ കാതിർക്ക എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്കറിയാലോ, നമ്മളെ യൂട്യൂബിൽ നമുക്ക് നിറഞ്ഞ കമൻറ്റുകൾ തരുന്ന ഒരാളെ കൂടിയാണ് കേട്ടോ. ഇവിടെ കൂട്ടത്തിൽ പറയാം. അതുകൂടിയല്ല, നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പാലക്കാട് സെക്ഷൻ അതിർത്തി ഭാഗമാണ് കേട്ടോ. ഏകദേശം വെളയൂർ ഭാഗത്ത് ഒക്കെ കാതിർക്കാരുടെ വീട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് 1 വർഷം മുമ്പേ നമ്മൾ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം 4 കിലോവാട്ട് ഇവിടെ ഒരു ഷാഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കൂ ആരിസെ. ഒരു തെങ്ങിൻ്റെ ഭാഗം വരും, നമുക്ക് മോർണിംഗും ഈവനിങ്ങും ഒക്കെ അത്യാവശ്യം നമുക്ക് ചെറിയൊരു ഷാഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 കിലോവാട്ട് എന്നുള്ളത് ഒരു 4 കിലോവാട്ടിൻ്റെ അന്നത്തെ 400, ഇപ്പോൾ ഈ പാനലല്ല കേട്ടോ, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, 405 വാട്ടിൻ്റെ മോണോപെർക്ക് പ്ലസ് ഹാഫ് കട്ട് പാനൽ വെച്ചതാണ് നമ്മൾ അന്ന്. അത് 1 വർഷം മുമ്പായിട്ടോ, 1 വർഷത്തിൻ്റെ മുകളിലായി. ഇപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു 500 വാട്ടിൻ്റെ ഒരു 4 കട്ട് പാനലിൽ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം കൂടി ഞങ്ങൾ ആഡ് ചെയ്യാനാണ്. ഒന്ന് കാണിച്ചു കൊടുക്കുക ആരിസ്. ഇത് നിങ്ങൾക്കറിയാലോ, 405 വാട്ടിൻ്റെ നമ്മളൊരു സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അങ്ങനെ പറയാനുള്ളൊരു കാരണം കൂടി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് 500 വാട്ടിൻ്റെ 4 കട്ട് നമ്മുടെ ഓഫ് ഗ്രിഡ് 2 ദിവസം കറണ്ട് പോയാലും ഈ ഒരു ഓൺ ഗ്രിഡ് ചെയ്താൽ നമുക്കറിയാലോ ഒരു ബാറ്ററിയുടെ ബാക്കപ്പ് മതി. പ്ലസ് നമുക്ക് 1 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബാക്കപ്പും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ നമുക്ക് തരണം ചെയ്യാനും പ്ലസ് ഇവർക്ക് കുറച്ചും കൂടി ലോഡ് കൂടുതലാണ്. ഓൺ ഗ്രിഡ് ചെയ്താലും കുറച്ച് അതിൽ കൂടുതലാണ്. അപ്പോൾ അതിലൊരു 150 യൂണിറ്റ് കൂടി അവർക്ക് 2 മാസത്തിൽ സേവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിനും കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ കൂടി പറയണമല്ലോ. കാരണം നമ്മൾ ഫിറ്റ് ചെയ്തതിൻ്റെ ഗുണങ്ങൾ മാത്രം എന്നല്ലാതെ നമ്മൾ 1 വർഷത്തിന് മുകളിലായിട്ട് ഇവിടുത്തെ ഒരു പ്രയാസം നമുക്ക് എന്താ ഉണ്ടായത് വെച്ചാൽ ഞങ്ങളെ തെങ്ങ് ചതിച്ചു. അങ്ങനെ പറയാലായിരിച്ച്. അതെന്താ കാരണം കാതിർക്കന്നെ പറയും. കാതിർക്കാനോട് ഞങ്ങൾ ഇവിടെ നിന്നും ഉണ്ടായിരുന്ന കാര്യങ്ങളല്ലല്ലോ, അതിൻ്റെ വശങ്ങൾ പറയണല്ലോ. കാതിർക്ക് പറഞ്ഞു ആദ്യം നല്ല പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ? നല്ല പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അതിൻ്റെ ഒരു കാരണം ഞങ്ങൾ തന്നെ കണ്ടെത്തി. കാരണം നോക്കുമ്പോൾ ആ തെങ്ങ് നോക്കാം നമ്മൾ ശരിക്കും ചതിച്ചിരിക്കുകയാണ്. ഇപ്പം ഇങ്ങോട്ടൊക്കെ നമ്മൾ മലപ്പുറം ഭാഷയിൽ കോച്ചി എന്തൊരു കാര്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഒരു ചെരിഞ്ഞിങ്ങോട്ട് വന്നു. 1 വർഷം ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഇങ്ങോട്ട് പാനലിൻ്റെ മുകളിലേക്ക് ടോപ്പിൽ വന്നു. അപ്പോൾ എന്താ അതിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചാൽ ആരിച്ചൊന്ന് കാണിച്ചു കൊടുക്കും. ആ ലാസ്റ്റ് പാനൽ 1-2 പാനലിന് നമുക്ക് ഷാഡോ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആളുകൾ പറയും ഹാഫ് കട്ടല്ലേ, നമുക്ക് ഷാഡോ എന്താ പ്രോബ്ലം ചോദിച്ചു. കാരണം ഒരു പാനലിൻ്റെ 2 വർഷം അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ടോട്ടൽ സ്ട്രിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ നമുക്ക് ഒരു 15 യൂണിറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെന്നിട്ട് 4-5 യൂണിറ്റ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം അങ്ങനെ തന്നെ അല്ലേ കിട്ടുന്നത്? 2-3 ദിവസമായിട്ട് 3.5 യൂണിറ്റ് വരെ കിട്ടും. വളരെ കുറഞ്ഞ. പിന്നെ ഒന്നാമത് ക്ലൗഡിയാണ്, അതിൻ്റെ ഒരു വശമുണ്ട്. പിന്നെ വെയിൽ വന്നാലും ഇവർക്ക് പ്രൊഡക്ഷൻ കുറവ് കാരണം ഈ ഒരു തെങ്ങ് ഇവനെ ശരിക്കും ചതിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് എന്താ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ആരും കൽപ്പിച്ചുകൊണ്ടിരിക്കാരും അന്നൊക്കെ നല്ല ഓപ്പണായിട്ട് ഇത് വൈഡായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ എന്താ ചോദിച്ചാൽ ഇങ്ങനെ പറയാൻ കാരണം എന്താ ചോദിച്ചാൽ ഒട്ടനവധി കേരളത്തിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ടെക്നീഷ്യന്മാരെ കുറ്റം പറയാൻ ഒന്നും കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ വശങ്ങൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത് തെങ്ങ് വലിച്ചു കെട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, 1.5 മീറ്ററൊക്കെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വിഷയം 90% മായും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് മെല്ലെ പൊക്കിയിട്ട് കുറച്ച് അങ്ങോട്ട് നീക്കി കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യമായിരിച്ചേ അങ്ങനെ ചെയ്യാമല്ലോ. അത് ചിലപ്പോൾ ഒരു ദിവസത്തെ നമുക്കൊരു വർക്ക്, ഒരു ഇൻഡസ്ട്രിയൽ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഫസ്റ്റ് ഞാൻ കാതിർക്കാനോട് ഞാൻ പറഞ്ഞിരിക്കണത് അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും അത് ചെയ്താൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും, ഒരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാലേ നമ്മളിപ്പോൾ ഒരു ഗുണം എന്ന് പറയാൻ നല്ലല്ലോ, ഇതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ. ഇതുപോലെ നമ്മൾ മറ്റൊരു കാര്യം പറയുന്നത് ആരിസിന് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് സൈറ്റിൽ പാനലുകളൊക്കെ നമ്മൾ ക്യാമറമാന് നമ്മൾ വർക്കറിന് കിട്ടുക. നമുക്ക് അടുത്തൊരു സൈറ്റും കൂടി ഉണ്ട്. നമുക്ക് മലപ്പുറം ജില്ലയിൽ ആഴ്ച തൊട്ടടുത്താണ്, പിന്നെ 15 കിലോമീറ്റർ അടുത്ത്. അവിടെ നമുക്കൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യാണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അതിൽ അടുത്ത കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഷാഡോ കാര്യങ്ങളൊക്കെ നോക്കണം. നമ്മൾ പാനലൊക്കെ ഒന്നും വെച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഈ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കട്ടുണ്ടെങ്കിൽ നല്ല പ്രയാസമാണ്, ടോട്ടൽ സ്ട്രിങ്ങിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് 100% എന്നുള്ളതിൽ 20% നമുക്ക് കിട്ടുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കാനും. പിന്നെ നമുക്ക് അടുത്ത് പറയാനുള്ളത് നമുക്ക് പാനൽ ക്ലീൻ ചെയ്യേണ്ട ഭാഗം. അപ്പോൾ പാനൽ ക്ലീൻ ചെയ്യാൻ നമുക്ക് അറിയാലോ,
ഇതിൻ്റെ മേലെ കയറിയിട്ട് സിമ്പിളായിട്ടൊരു മോപ്പുണ്ട്. ഇത് ഏകദേശം ഒരു 25 ദിവസമൊക്കെ ആയിട്ടുള്ള ഏകദേശം ഒരു 10% ഡസ്റ്റ് കാര്യങ്ങളുണ്ട്. കാരണം റോഡ് സൈഡാണ്. നമ്മൾ ഈ റോഡ് സൈഡിലോട്ടൊക്കെ നമ്മൾ ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട വേണം. അല്ലാതെ നമ്മൾ ഒഴിഞ്ഞ ഭാഗത്ത് ഒരു സൈലൻറ്റ് ഏരിയയിലൊക്കെയാണ് വണ്ടികൾ പാസിംഗ് ഒന്നും ഇല്ലാത്ത ഏരിയയിൽ ഒരു പരിധി വരെ കുറയും. പക്ഷേ നമുക്ക് യൂണിറ്റ് നല്ല രീതിയിൽ കുറവുണ്ട്. കാതർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അല്ലേ. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം നമുക്ക് 2500 രൂപന്റെ മൈനസാണ് വന്നത്. അതിന്റെ മുമ്പ് ഒരു 3500 എറോ കിട്ടിയിരുന്നു. അപ്പൊ ആ ഒരു കുറവ് ഇപ്പോൾ ഈ സൈഡ് തെങ്ങിന്റെ ഈ ചാവ് കാരണമാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചതെന്നുള്ള ഇപ്പോഴാണ് നമുക്ക്. അതെ അതെ അല്ലേ കാതർക്ക് അല്ല നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാകാതെ പോയി കഴിഞ്ഞ് കാര്യങ്ങൾ നടക്കണമല്ലോ. അപ്പോൾ ഏതായാലും കാതർക്കാനോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ ചെയ്യുക. ഇതുപോലെ പല പല ചെറിയ ചെറിയ നെഗറ്റീവുകളാകാരം വലിയ പ്രയാസങ്ങൾ വരിക. അതുപോലെ ഇതിൽ കാര്യം പറയാനുള്ളതേ, നമ്മൾ കരുതും എൻ്റെ പാനൽ കേടാണ്, അത് കേടാണ്, ഇത് കേടാണെന്ന് കേട്ടോ ആകെ കൊണ്ട് തല പോയി. ഇടയ്ക്കൊക്കെ ഒന്ന് പാനലിൻ്റെ മേലൊക്കെ ഒന്ന് കയറിയിട്ടേ ഇതിൻ്റെ ഭാഗങ്ങൾ ചുറ്റുഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ചിലപ്പോൾ നമ്മളൊരു പാനൽ വെച്ചപ്പോൾ സൈഡിൽ ചെറിയൊരു മരം വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവും അല്ലേ. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വളർന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊരു തടസ്സമാവും. അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഏതായാലും അടുത്ത നമ്മൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. കൂടുതലൊക്കെ ചോദിക്കാം, നമ്മുടെ വാട്സപ്പിലൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഏതായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.